ഹായ് വെൽക്കം ബാക്ക് ടു ലേണേഴ്സ്. SSLC ഫിസിക്സിലെ മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. സോ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക. ഈ ചോദ്യം കൃത്യമായിട്ട് നിങ്ങൾ എഴുതിയെടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മളുടെ വീഡിയോകളിൽ വരുന്ന ഓരോ ചോദ്യങ്ങളും നിങ്ങളുടെ മോഡൽ എക്സാമിനും പബ്ലിക് എക്സാമിനും പ്രതീക്ഷിക്കാവുന്നതാണ്. സോ കൃത്യമായിട്ട് നിങ്ങൾ റെഗുലറായിട്ട് നമ്മളുടെ വീഡിയോസും ക്വസ്റ്റ്യൻസൊക്കെ കണ്ട് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ ഇന്നത്തെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളൊരു ഫിഗർ കാണുന്നുണ്ട് അല്ലേ? ഈ ഒരു ഫിഗർ കാണുന്നുണ്ട്. ഈ ഒരു ഫിഗറിൽ ABC എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ ഒബ്സർവ് ദ പിക്ചർ ആൻഡ് ഐഡന്റിഫൈ ദ പാർട്സ് ലേബൽ ആസ് A, B ആൻഡ് C. ABC എന്ന ഭാഗങ്ങളെ കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ ആദ്യം തന്നെ ചോദിക്കട്ടെ, ഈ ഒരു ഫിഗർ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? യെസ്, നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ? മൂന്നാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതെന്തിൻ്റെ ചിത്രമാണ് മക്കളെ? ഒരു മൂവിങ് കോയിൽ, യെസ്, മൈക്രോഫോണിൻ്റെ ചിത്രമാണ് അല്ലേ? മൂവിങ് കോയിൽ മൈക്രോഫോണിൻ്റെ ചിത്രമാണ്. ഓക്കെ, മൂവിങ് കോയിൽ മൈക്രോഫോൺ. അപ്പോൾ മൂവിങ് കോയിൽ മൈക്രോഫോൺ നിങ്ങൾക്കറിയാം പ്രധാനമായിട്ടും 3 ഭാഗങ്ങളാണുള്ളത്. A എന്ന് ഇവിടെ കൊടുത്തിരിക്കുന്ന ഭാഗം ഡയഫ്രം ആണ് അല്ലേ? എന്താണ്? ഡയഫ്രം. ഓക്കെ, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഡയഫ്രം. ഇനി അതുപോലെ B എന്ന് പറയുന്നത് എല്ലാവർക്കും എഴുതാൻ പറ്റും. B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മാഗ്നറ്റ് അല്ലെ? മാഗ്നറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ C എന്ന് പറയുന്നത് പലർക്കും അറിയുന്നുണ്ടാവില്ല, അറിയാത്തവർ ഇപ്പോൾ പഠിച്ചു വെച്ചോളൂ. വോയിസ് കോയിൽ എന്നാണ് പറയുക. എന്താണ് പറയുക? വോയിസ് കോയിൽ. അപ്പോൾ 3 ഭാഗങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആൻസറിലേക്ക് ഞാൻ പോകുകയാണ്. ആൻസർ നിങ്ങൾ നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. A എന്ന് പറയുന്ന ഭാഗം ഡയഫ്രം ആണ്, B എന്ന് പറയുന്നത് പെർമനന്റ് മാഗ്നറ്റ് ആണ്, C എന്ന് പറയുന്നത് വോയിസ് കോയിലാണ്. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോൾ ഈ ചിത്രം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. A എന്ന് പറയുന്നത് ഡയഫ്രം, B എന്ന് പറഞ്ഞാൽ മാഗ്നറ്റ്, അതുപോലെ C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് മക്കളെ? വോയിസ് കോയിലാണെന്നുള്ളത് ഓർത്തു വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഈ മൂവിങ് കോയിൽ മൈക്രോഫോണിൻ്റെ വർക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ബോക്സ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. സോ ആ ബോക്സ് നിങ്ങൾ കൃത്യമായിട്ട് എല്ലാ പോയിന്റ്സും പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഈ ബോക്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് പറയുന്നത്. സോ കൃത്യമായിട്ട് നിങ്ങൾ ഈ ബോക്സ് കൃത്യമായിട്ട് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. ഈ ബോക്സിൽ എന്താണ് പറയുന്നത്? ദ വോയിസ് കോയിൽ ഈസ് സിറ്റുവേറ്റഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെ? നിങ്ങൾ ഈ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വോയിസ് കോയിൽ എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ? ഒരു മാഗ്നറ്റിൻ്റെ പുറത്തായിട്ടാണ് വോയിസ് കോയിൽ വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ വോയിസ് കോയിൽ ഈസ് സിറ്റുവേറ്റഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു വോയിസ് കോയിൽ മാഗ്നറ്റിക് ഫീൽഡിൽ സിറ്റുവേറ്റ് ചെയ്യുന്നു. The diaphragm connected to the voice coil vibrates in accordance with the sound waves falling on it. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൗണ്ട് വേവ്സ് വന്ന് പതിക്കുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യുന്നു? ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുന്നു. സൗണ്ട് വേവ്സ് വരുന്ന സമയത്ത് ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ അവർ പറയുകയാണ്, സൗണ്ട് വന്ന് പതിക്കുന്ന സമയത്ത് ഡയഫ്രം വോയിസ് കോയിലുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുന്നു. ഇതാണ് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത്. ഓക്കെ, ഇവിടെ പറയുന്നു സൗണ്ട് വേവ്സ് വന്ന് പതിക്കുന്നു. സൗണ്ട് വേവ്സ് വന്ന് പതിക്കുന്ന സമയത്ത് വോയിസ് കോയിലുമായി കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ? യെസ്. ഇനി അടുത്ത വരിയിൽ പറയുന്നു ആസ് എ റിസൾട്ട് ഇതിൻ്റെ ഫലമായിട്ട് ഇലക്ട്രിക്കൽ സിഗ്നൽസ് കറസ്പോണ്ടിങ് ടു സൗണ്ട് വേവ്സ് ആർ ജനറേറ്റഡ് ഇൻ ദ വോയിസ് കോയിൽ. ഇതിൻ്റെ ഫലമായിട്ട്, യെസ്, എന്തിൻ്റെ ഫലമായിട്ട്? ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുന്നതിൻ്റെ റിസൾട്ടായിട്ട് എന്ത് ചെയ്യുന്നു? വോയിസ് കോയിലിനകത്ത് അല്ലെങ്കിൽ വോയിസ് കോയിലിൽ എന്ത് ഫോം ചെയ്യുന്നു? ചില ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഫോം ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആദ്യം സൗണ്ട് വന്നു. സൗണ്ട് വരുന്ന സമയത്ത് ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുന്നു. ഡയഫ്രം വിച്ച് ഈസ് കണക്റ്റഡ് ടു വോയിസ് കോയിൽ. പിന്നെ ഡയഫ്രം വൈബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വോയിസ് കോയിലിൽ ചില ഇലക്ട്രിക്കൽ സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇത്രയേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇനി അടുത്തതിൽ അവർ പറയുകയാണ് ഇൻ എ മൈക്രോഫോൺ മെക്കാനിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ എനർജി. ആ ഒരു വരി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളിപ്പോൾ നോക്കിയാൽ അറിയാം, മെക്കാനിക്കൽ എനർജിയാണ് സൗണ്ട് എനർജി എന്ന് പറയുന്നത് അല്ലേ? ഈ സൗണ്ട് എനർജിയെ ഏത് എനർജിയാക്കി കൺവേർട്ട് ചെയ്തു? ഇലക്ട്രിക്കൽ എനർജിയാക്കി കൺവേർട്ട് ചെയ്തു. ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കാരണവശാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. മൈക്രോഫോണിനകത്ത് മെക്കാനിക്കൽ എനർജിയെ ഏത് എനർജിയാക്കി മാറ്റുന്നു? ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്നു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ എനർജി ചേഞ്ച് ടേക്കിംഗ് പ്ലേസ് ഇൻ എ മൂവിങ് കോയിൽ മൈക്രോഫോൺ? വാട്ട് ആർ ദ റോൾസ് ഓഫ് പാർട്ട് A, B ആൻഡ് C?
അതായത് നമ്മളിപ്പോൾ തന്നെ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ് മൂവിങ് കോയിൽ മൈക്രോഫോണിനകത്ത് നടക്കുന്ന എനർജി ചേഞ്ച് നമ്മളിപ്പോൾ തന്നെ പഠിച്ചതാണ്. മെക്കാനിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ എനർജി അല്ലേ. മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റും. ഇതിപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്നു. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ അവർ മറ്റൊരു ചോദ്യം കൂടിയും ചോദിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. വാട്ട് ആർ ദ റോൾസ് ഓഫ് പാർട്ട് എ, ബി ആൻഡ് സി? എ, ബി, സി എന്ന് പറയുന്ന 3 ഭാഗങ്ങളുടെ റോള് അല്ലെങ്കിൽ അതിൻ്റെ ഫംഗ്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസറിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾക്ക് ഇവിടെ കാണാം. നമ്മൾ പറഞ്ഞു എ എന്ന് പറയുന്ന ഭാഗം ഡയഫ്രം ആണ്. ഡയഫ്രത്തിൻ്റെ ഫംഗ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെക്കണം. വൈബ്രേറ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ സൗണ്ട് അല്ലേ. സൗണ്ടിനനുസരിച്ച് വൈബ്രേറ്റ് ചെയ്യുന്നു, സൗണ്ടിനനുസരിച്ച് വൈബ്രേറ്റ് ചെയ്യുന്നു. അതാണ് ഡയഫ്രത്തിൻ്റെ ഫംഗ്ഷൻ. ഇനി അതുപോലെ തന്നെ മാഗ്നറ്റിലേക്ക് കടന്നു വരുമ്പോൾ മാഗ്നറ്റ് ക്രിയേറ്റ്സ് എ മാഗ്നറ്റിക് ഫീൽഡ്. ഇതിനകത്തൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അതിനു വേണ്ട മാഗ്നറ്റിക് ഫീൽഡ് നൽകുന്നതാണ് പെർമനൻറ്റ് മാഗ്നറ്റിൻ്റെ ഫംഗ്ഷൻ. ഇനി അതുപോലെ വോയിസ് കോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്രിയേറ്റ്സ് ഇലക്ട്രിക്കൽ സിഗ്നൽസ് കറസ്പോണ്ടിങ് ടു ദ സൗണ്ട്. നമുക്ക് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത സൗണ്ടിനനുസരിച്ച് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ആരുടെ ഫംഗ്ഷൻ? വോയിസ് കോയിലിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ക്രിയേറ്റ്സ് ഇലക്ട്രിക്കൽ സിഗ്നൽസ്, അതാണ് വോയിസ് കോയിലിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ ഈ 3 ഭാഗങ്ങളുടെയും ഫംഗ്ഷൻ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഡയഫ്രം, മാഗ്നറ്റ്, വോയിസ് കോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത 3ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ 3ാമത്തെ ക്വസ്റ്റ്യനിൽ മക്കൾ എന്താണ് പറയുന്നത്? യെസ്, why is the output signal of a moving coil microphone sent to the loudspeaker only after feeding it directly into an amplifier? അതായത് ഔട്ട്പുട്ട് സിഗ്നലിനെ ഒരു ആംപ്ലിഫയറിലേക്ക് കടത്തി വിട്ടുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? യെസ്, മറ്റ് ഭാഗങ്ങളിലേക്ക് കടത്തുന്നത്. അതിന് കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആൻസർ കീയിലേക്ക് പോയി കഴിഞ്ഞാൽ the weak signals obtained from the microphone are strengthened by an amplifier. അതായത് മൈക്രോഫോണിൽ നിന്ന് വരുന്ന വീക്ക് സിഗ്നൽസിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി, അതായത് അതിൻ്റെ ശക്തി കൂട്ടാനായിട്ട് നമ്മൾ ആംപ്ലിഫയറുകൾ യൂസ് ചെയ്യുന്നു. ഓക്കെ, ഒന്നുകൂടിയും പറയാം. വീക്ക് സിഗ്നൽസ് മൈക്രോഫോണിൽ നിന്ന് വരുന്നു. ഈ വീക്ക് സിഗ്നൽസിനെ കുറച്ചുകൂടി സ്ട്രോങ് സിഗ്നൽസ് ആക്കി മാറ്റാൻ, സ്ട്രോങ് സിഗ്നൽസ് ആക്കി മാറ്റാൻ അല്ലെങ്കിൽ അതിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്? ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഓക്കെ, ആംപ്ലിഫയർ ക്ലിയർ ആണല്ലോ. യെസ്, അപ്പോൾ 3ാമത്തെ ചോദ്യവും നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അതിൻ്റെ ആൻസറും കൃത്യമായിട്ട് എഴുതിയെടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇത് ഈ വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് മൈക്രോഫോണിനെ കുറിച്ചും അതിൻ്റെ വർക്കിങ്ങിനെ കുറിച്ചുമാണ് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യത. സോ അത് കൃത്യമായിട്ട് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇത് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇനിയുള്ള ദിവസങ്ങളിൽ വരുന്ന ഓരോ ചോദ്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. മോഡൽ എക്സാം നമുക്ക് അടിപൊളിയായിട്ട് എഴുതണം. അതുപോലെ തന്നെ പബ്ലിക് എക്സാമും കൃത്യമായിട്ട് നല്ല ഫുൾ മാർക്കോട് കൂടി തന്നെ നിങ്ങൾക്ക് A+ എന്നുള്ള ലക്ഷ്യമല്ല, ഫുൾ മാർക്കിലേക്ക് തന്നെ നിങ്ങൾ ഫിസിക്സിൽ എത്താനായിട്ട് ശ്രമിക്കുക കേട്ടോ. സോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ക്വസ്റ്റ്യനായിട്ട് കാണാം. ബൈ.